അനുരാഗതീരം ഭാഗം 6. രചന അഭിരാമി. കൊച്ചെണീറ്റോ? ഞാൻ ഉണ്ണാൻ വിളിക്കാൻ കയറി വന്നായിരുന്നു. അന്നേരം നല്ല ഉറക്കമായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ വിളിക്കാനും തോന്നിയില്ല. മടിച്ചു താഴേക്കിറങ്ങി വരുന്ന അനുരാധയെ കണ്ട് ടി വിക്ക് മുന്നിലിരിക്കുകയായിരുന്ന റോസ്ലിൻ പറഞ്ഞു. സോറി, മനഃപൂർവ്വമല്ല, ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങിപ്പോയി. അവൾ വല്ലായ്മയോടെ പറയുന്നത് കേട്ട് റോസ്ലിൻ ഇരുന്നിടത്തു നിന്നും എണീറ്റു. അതിന് ഞാൻ കൊച്ചിനെ വല്ലതും പറഞ്ഞോ? ഉറക്കം വന്നാൽ ഉറങ്ങണം, വിശന്നാൽ ആഹാരം കഴിക്കണം. ഞാനൊക്കെ എങ്ങനെയാ? അതിനിങ്ങനെ കൊലക്കുറ്റം ചെയ്ത മാതിരി തലയും കുനിച്ചു നിൽക്കുകയൊന്നും വേണ്ട. റോസ്ലിൻ പറയുന്നത് കേട്ടപ്പോൾ ആശ്വാസം തോന്നിയെങ്കിലും അനുരാധ മറുപടി ഒന്നും പറഞ്ഞില്ല. മണി 4 നല്ലപോലെ വിശക്കുന്നുണ്ടാവും അല്ലയോ? വാ, ഞാൻ ചോറെടുത്ത് തരാം. അവരുടെ പുറകെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ട് ഈ നേരം കെട്ട നേരത്ത് എണീറ്റ് വന്ന് ആഹാരം കഴിക്കുന്നതിലെ ഔചിത്യക്കുറവ് അവളെ അലട്ടുന്നുണ്ടായിരുന്നുവെങ്കിലും വയറ്റിലാരോ തീയിട്ടതുപോലെയുള്ള ആളലിൻ്റെ മുന്നിൽ അവൾ മറ്റെല്ലാം മനഃപൂർവ്വം മറന്നു. കൊച്ചു കൈ കഴുകിയിട്ടിരി, ഞാൻ ചോറെടുക്കാം. കിച്ചണിലെ ചെറിയ ടേബിളിലേക്ക് കണ്ണയച്ചുകൊണ്ട് റോസ്ലിൻ പറഞ്ഞു. അവരെ ഒന്ന് നോക്കിയിട്ട് അനുരാധ കൈ കഴുകിയിരുന്നു. അപ്പോഴേക്കും റോസ്ലിൻ ഒരു പ്ലേറ്റിൽ ചോറെടുത്തുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. കറി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കേ. കൊച്ചിൻ്റെ ടേസ്റ്റൊന്നും എനിക്കറിയത്തില്ലല്ലോ. മീൻകറിയും മോരും മെഴുക്കും അവിയലും ഉണ്ട്. അനുരാധ മറുപടിയൊന്നും പറയാതെ അല്പം മീൻകറിയും അവിയലും മാത്രം എടുത്ത് ചോറ് കഴിച്ചു തുടങ്ങി. അത് നോക്കിയിരിക്കുമ്പോൾ എന്തൊക്കെയോ അവളോട് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും ആഹാരം കഴിക്കുന്ന നേരത്ത് അതൊന്നും വേണ്ടെന്ന് കരുതി റോസ്ലിൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. ആദ്യമെടുത്ത കറികൾ മാത്രം കൊണ്ട് ചോറ് അല്പാൽപമായി ഇളക്കി കഴിക്കുന്നവളെ അവരൊരു കൗതുകത്തോടെ നോക്കിയിരുന്നു. പാവമാണെന്ന് തോന്നുന്നു, അവരുടെ മനസ്സ് മന്ത്രിച്ചു. പിന്നെ കൊച്ചിന് ഞാൻ താഴെ ഒരു മുറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം അവിടെ കിടന്നാൽ മതി. കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകിക്കൊണ്ട് നിന്നവളുടെ പിന്നാലെ വന്ന് റോസ്ലിൻ പറഞ്ഞു. തനിക്ക് ഏറ്റവും ആശ്വാസം തോന്നുന്ന കാര്യമാണ് അവർ പറഞ്ഞതെങ്കിലും പെട്ടെന്നുള്ള ഈ മാറ്റത്തിൻ്റെ കാരണമറിയാനുള്ള കൗതുകത്തോടെ അനുരാധ തിരിഞ്ഞു നിന്നവരെ നോക്കി. ദേവി പറഞ്ഞു നിങ്ങളുടെ കെട്ട് നടന്നത് എങ്ങനെയാണെന്നൊക്കെ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൽക്കാലം ഇതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം പിടികിട്ടിയതുപോലെ റോസ്ലിൻ വ്യക്തമാക്കി. എന്തുകൊണ്ടോ ആ നിമിഷം ആ സ്ത്രീയോട് മനസ്സ് നിറഞ്ഞ നന്ദിയായിരുന്നു അനുരാധയ്ക്ക് തോന്നിയത്. ഉറക്കമുണർന്നപ്പോൾ മുതൽ താൻ ഡേവിയുടെ മുറിയിലാണെന്നും ഇനി അവനൊപ്പം അവിടെയാണ് കഴിയേണ്ടതെന്നുമൊക്കെയുള്ള ചിന്ത മനസ്സിനെ വീർപ്പുമുട്ടിക്കാൻ തുടങ്ങിയതാണ്. ഒരു രാത്രിയുടെ പരിചയം മാത്രമുള്ള ഒരു പുരുഷനൊപ്പം ഒരു കിടപ്പറ പങ്കിടാൻ മാത്രം തൻ്റെ മനസ്സ് വിശാലമായിട്ടില്ലല്ലോ എന്നവൾ വെറുതെ ഓർത്തു. ട്രാവൽസിന് പിന്നിലുള്ള തുറസായ സ്ഥലത്ത് തെങ്ങിൽ ചാരിയിരിക്കുകയായിരുന്നു ഡേവി. അവൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് കാലിയായിരുന്നു. എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ നിൽക്കാതെ ഒഴിക്കടാ. കാലിയായ ഗ്ലാസ് നീട്ടിപ്പിടിച്ചുകൊണ്ട് കുഴഞ്ഞ സ്വരത്തിൽ അവൻ മുരണ്ടു. മതിയടാ അളിയ, ഇപ്പം തന്നെ നീ ഓവറാ. ഇനിയും അടിച്ചാൽ നീ ഓഫാകും. നീ ഒന്ന് പോടാ കോപ്പേ. വേണമെങ്കിൽ ഇനി ഒരു ഫുള്ളും കൂടി ഈ ഡേവിഡ് എബ്രഹാം കോശി താങ്ങും. ഇതുപോലെ നല്ല അന്തസ്സായിട്ട് ചെന്ന് കുടുംബത്ത് കയറുകയും ചെയ്യും. അവനൊന്നുകൂടി നിവർന്നിരുന്നുകൊണ്ട് പറയുന്നത് കേട്ട് എതിരെ ഇരുന്നവനൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. നീ ആദ്യം പറഞ്ഞത് ചിലപ്പോൾ നടക്കും, പക്ഷെ രണ്ടാമത് പറഞ്ഞത് അത് ഇറ്റ്സ് ഇമ്പോസിബിൾ അളിയാ. ബിക്കോസ് നൗ യു ഹാവ് എ ഭാര്യ. അവളുമാർ തനി കുണം എടുത്താൽ പിന്നെ നമ്മളൊക്കെ അറിയാതെ ഒതുങ്ങി പോവുകടാ. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് പറയുക. ചില അവളുമാർ വഴക്കുണ്ടാക്കി സ്വസ്ഥത കളയും, വേറെ ചിലത് തെറി വിളിച്ച് കണ്ണു പൊട്ടിച്ച് കളയും, അടിച്ചതിൻ്റെ കെട്ടുവരെ ഇറങ്ങിപ്പോവും. പക്ഷേ ഇതിലൊന്നും പെടാത്തൊരു വർഗമുണ്ട് അവളുമാരെയാ പേടിക്കേണ്ടത്. റോയ് ഒരു തത്വചിന്തകനെ പോലെ പറയുന്നത് കേട്ട് ഡേവിയും അവൻ്റെ അടുത്തിരുന്ന സ്റ്റീഫനും ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെന്നാളിയ, അവളുമാർ ചീത്ത വിളിക്കൂല, വഴക്കും ഉണ്ടാക്കത്തില്ല. പിന്നെ അവളുമാരുടെ തന്ത്രം തന്നെ വേറെയായിരിക്കും. അവളുമാർ ആണുങ്ങളെ വശീകരിച്ച് കളയും. എന്നുവെച്ചാൽ? ഡേവി ഒരു പൊട്ടനെ പോലെ തൻ്റെ സംശയം ചോദിച്ചതും റോയ് തൻ്റെ അറിവുകൾ അല്പം കൂടി ഗൗരവപൂർണമായി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇവളുമാർ നമ്മൾ ആണുങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കും, പ്രേമിച്ച് വശം കെടുത്തും. കള്ളിനേക്കാളും മറ്റേത് ലഹരിയേക്കാളും വലുതായി ഇവളുമാരുടെ സ്നേഹമെന്ന് നമ്മളെ തോന്നിപ്പിക്കും. അവസാനം നമ്മളൊരു കുരങ്ങനെ പോലെ ഇവളുമാരുടെ ഇഷ്ടത്തിനങ്ങ് തുള്ളിത്തുടങ്ങും. അതായത് അളിയ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് ഇവളുമാരെ നമ്മളെ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ അങ്ങ് മാറ്റി മറിച്ച് കളയും. കേട്ടിട്ടില്ലേ? ചാടിക്കളിക്കടാ കൊച്ചുരാമ, ആടിക്കളിക്കടാ കൊച്ചുരാമ. പിന്നിലെ വെറും മണ്ണിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് റോയ് പാടിത്തുടങ്ങി. അതിനൊപ്പിച്ച് സ്റ്റീഫനും താളം പിടിച്ചു തുടങ്ങി. അല്ലടാളിയ, നിന്റെ പെണ്ണുമ്പിള്ള ഇതിലേത് വർഗവാ? പെട്ടെന്നെന്തോ ഓർത്തതുപോലെ സ്റ്റീഫൻ ചോദിച്ചതും റോയ് തലതിരിച്ചവനെ നോക്കി.
ഒരു ചിരി പാസ്സാക്കി. സംശയിക്കാനുണ്ടോ അളിയാ? 3 തന്നെ. ആഹാ, അടിപൊളി. അപ്പോൾ ചാടിക്കളിക്കടാ കൊച്ചുരാമ, ആടിക്കളിക്കടാ കൊച്ചുരാമ. ആ, അതൊക്കെ നേരാ. പക്ഷേ അതിലും ഒരു സുഖമൊക്കെ ഉണ്ട് അളിയാ. ഒന്ന് മുഖം കറുപ്പിക്കുക പോലും ചെയ്യാതെ എന്നെ അവൾ നന്നാക്കി എടുത്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവളോടങ്ങ് സ്നേഹം വരും. സ്നേഹം മൂത്ത് അവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഞെരിക്കാൻ തോന്നും. അവളുടെ കയ്യിലെ കുരങ്ങനാണേലും എനിക്കത് ഇഷ്ടമാടാ അളിയാ. എൻ്റെ പെണ്ണല്ലേ അവൾ. റോയ് പ്രണയാതുരനായി. അപ്പോഴും തെങ്ങിൽ ചാരിയിരുന്ന് അവൻ പറയുന്നതൊക്കെ കേട്ടൊരു ചിരിയോടെ ഇരിക്കുകയായിരുന്നു ഡേവി. ആ നേരത്ത് അവൻ്റെ മനസ്സിൽ മിഴിവോടെ തെളിഞ്ഞു നിന്നത് അനുരാധയുടെ മുഖമായിരുന്നു. തനിക്ക് വേണ്ടിയും ഒരുവൾ ഉണ്ടായിരിക്കുന്നു എന്നോർക്കെ അവൻ്റെ ചുടികൾ വിടർന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം മനസ്സിലേക്ക് ഓടിയെത്തിയ കാര്യം അവനിലെ സകല സന്തോഷങ്ങളെയും തച്ചുടയ്ക്കുന്നതായിരുന്നു. അതിന് നീ മാത്രം അവളെ കെട്ടിയോളായിട്ട് അംഗീകരിച്ചാൽ മതിയോ ഡേവി? അവളും കൂടി അത് അംഗീകരിക്കണ്ടേ? നീ ആദ്യം അത് അവളോട് ചോദിക്ക്. എന്നിട്ടാവാം സ്വപ്നം കാണുന്നതൊക്കെ. ഇപ്പോഴത്തെ പെൺപിള്ളാരാ ഞാൻ, അതുകൊണ്ട് പറഞ്ഞതാ. രാവിലെ ബസ്സിലെ ഡ്രൈവറായ അനിലുമായി നടന്ന സംസാരത്തിനിടയിൽ അയാൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. അയാൾ വെറുതെ പറഞ്ഞു പോയതാണെങ്കിലും ആ ഒരു സംസാരം കൊണ്ട് തനിക്കുണ്ടായ മാനസിക സംഘർഷത്തെക്കുറിച്ച് ഡേവിക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ തെളിവായിരുന്നു ഇപ്പോഴത്തെ ഈ ഇരിപ്പ് പോലും. ഡേവി ആലോചനയോടെ ഇരുന്നു. അല്ലടാ അളിയാ, നിന്റെ കക്ഷി എങ്ങനുണ്ട്? റോയിയുടെ ചോദ്യം കേട്ട് ഡേവി അവരെ നോക്കി. എന്തോന്ന് എൻ്റെ കക്ഷി? അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? ഇന്നലെ കണ്ടൊരു പെണ്ണ്. ഞാൻ ചുമ്മാ കള്ളിൻ്റെ പുറത്ത് കെട്ടിയൊരു മിന്ന് എന്ന് കരുതി അവൾ എൻ്റെ കെട്ടിയോളാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇതുവരെ ആ വായൊന്ന് തുറന്നിട്ട് പോലുമില്ല. അപ്പോഴാ പറഞ്ഞു വന്നപ്പോൾ എന്തോ നെഞ്ചിലൊരു കൊളുത്തിവലി പോലെ തോന്നിയ ഡേവി പതിയെ എണീറ്റ് മുണ്ടുമടക്കി കുത്തി. നീ പോവാണോ? മറുപടി ഒരു മൂളലിലൊതുക്കി അവൻ പതിയെ വണ്ടിക്ക് നേരെ നടന്നു. അപ്പോഴും മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് വീർപ്പുമുട്ടും പോലെ അവൻ നെഞ്ചു തടവി. രാവിലെ അവളുടെ മനസ്സെന്താണെന്ന് പോലും അറിയാതെ അവളോട് ചെന്ന് കെട്ടിയോളായേ പറ്റൂന്ന് പറഞ്ഞ് തന്നെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ഡേവിക്ക് സ്വയം പുച്ഛം തോന്നിപ്പോയി. തുടരും.